അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു സ്പെഷ്യൽ സ്നാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതങ്ങനെ യൂട്യൂബിൽ ആരും ചെയ്ത് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ആയിരിക്കും ആദ്യമായിട്ട് ഇത് യൂട്യൂബിൽ ഇടുന്നുണ്ടാവാന്ന്. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഇതെൻ്റെ അനിയത്തി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഉണ്ടാക്കാനാണെങ്കിൽ ഒത്തിരി സമയമൊന്നും വേണ്ട. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മൾ സാധാരണ ചിക്കൻ മക്രോണിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഏകദേശം അതുപോലെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഈ നോമ്പിന് തന്നെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. ഇതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ മക്രോണി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചെറിയ മക്രോണിയാണ്. അത് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ ഫുള്ളായിട്ട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പം വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു പകുതി വേവാകുന്ന അത്രയും വേവിച്ചാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മാത്രം മതി. ഇതിൽ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെൻ്റെ അനിയത്തിക്ക് തോന്നിയ ഒരു ഐഡിയയിൽ ചെയ്തതാണ് കഴിഞ്ഞ നോമ്പിന്. ട്രൈ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ആദ്യമേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നോമ്പിന് എന്തായാലും ഈ റെസിപ്പി ഇടണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ഇപ്പോൾ ഇത് പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം അങ്ങ് കളഞ്ഞിട്ട് ഒരു അരിപ്പയിൽ ഇട്ടിട്ട് നല്ലപോലെ പൈപ്പിലെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. എന്ന് വെച്ചാൽ തണുത്ത വെള്ളത്തിൽ 2-3 തവണ കഴുകിയെടുക്കുക. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് അത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കണം. ചിക്കൻ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇച്ചിരി മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അത് ഇതിനകത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും ഒന്ന് ഓയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് കട്ട് ചെയ്യേണ്ടി വരില്ല ഫ്രൈ ചെയ്തതിന് ശേഷം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ചെറിയ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഒത്തിരി മസാലയുടെ ആവശ്യമില്ല. വളരെ കുറച്ച് മസാല മതിയാവും. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ പച്ചമുളകാണ് സ്പൈസിന് വേണ്ടി ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നില്ല. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ അധികം പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കുകയാണ്. എൻ്റെ ചിക്കൻ കുറച്ച് വലുതായിരുന്നു. അതുകൊണ്ട് ഞാൻ കൈവച്ച് ചെറുതായിട്ടൊന്ന് പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇച്ചിരി ചേർത്ത് കൊടുത്തോളൂ, കുഴപ്പമില്ല. എന്നാലും കൂടുതലായിട്ട് ചേർക്കണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാൻ വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിനകത്ത് ഒരു 4 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ സാധാരണ മക്രോണി പോൾ ഏകദേശം ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 4 തന്നെ മതിയാവും. നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂണോ ഫോർക്കോ എന്തായാലും കുഴപ്പമില്ല. അത് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക.
ഇനി നമ്മൾ ഇതിലേക്കും മക്രോണിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി മക്രോണി മുഴുവനായിട്ട് ചേർക്കണമെന്നില്ല. നമ്മളൊന്ന് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ടൈറ്റ് ആവുകയും ചെയ്യരുത്, ഒരുപാട് ലൂസ് ആവുകയും ചെയ്യരുത്. അപ്പോൾ ഇത്രയും മതിയാവും. 1/4 കപ്പിൽ ഞാൻ ജസ്റ്റ് ഒരു 5-10 എണ്ണം മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് മസാലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മക്രോണിയും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒത്തിരി അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഭയങ്കര അങ്ങ് ടൈറ്റായി പോകും. കാരണം മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് ബാറ്ററി കുറച്ച് ലൂസും ടൈറ്റും ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവാണ് ഇരിക്കുന്നത്. എനിക്കിനി ബാക്കിയുള്ള മക്രോണി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഈ പരുവം നോക്കിയിട്ട് ചേർക്കുക. ഒരുപാട് ലൂസായിപ്പോയാൽ ഓംലേറ്റ് പോലെ ആയിപ്പോവും. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് ശരിക്കും സോസ് പാനിൽ ചെയ്യുന്നതല്ല നല്ലത്. കാരണം സോസ് പാനിലാകുമ്പോൾ നമുക്ക് പുറത്തോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാവും. പക്ഷേ എൻ്റെ കയ്യിൽ സാധാരണ ഉള്ള ഫ്രൈ പാന് ചെറുതില്ല, വലുതാണുള്ളത്. അപ്പോൾ അതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തിന്നായി പോവും, ഓംലേറ്റ് മാതിരി ആയി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ചെയ്യാതെ സോസ് പാനിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മക്രോണിയൊക്കെ മേളിൽ ഇങ്ങനെ വേറെ വേറെ കിടക്കും, അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ലാസ്റ്റ് ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അടിയിൽ വേറൊരു പാൻ വെച്ചിട്ടാണ് ഇനി ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. കണ്ടോ, ഞാനൊരു ദോശത്തവയാണ് അടിയിൽ വെച്ചിട്ടില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഞാനിത് വേറൊരു പാനിനകത്തോട്ട് മാറ്റുന്നുണ്ട്. കണ്ടോ, ഇതുപോലത്തെ പാനിലാണ് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത്. കാരണം എടുക്കാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷേ എൻ്റെ പാൻ ഒരുപാട് വട്ടമുള്ള പാൻ ആയതുകൊണ്ടാണ് ഞാൻ സോസ് പാനിൽ ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ പാനാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ചെയ്യാം. അപ്പോൾ അതാണ് കൂടുതൽ എളുപ്പം. നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കാം. ഒരുപാട് നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല. മുട്ടയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ആയിട്ടുണ്ട്. മേളിൽ കുറച്ച് മക്രോണി കുറച്ച് ഇളകി കിടക്കുന്നുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ കുറച്ച് മയണൈസ് ചേർക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഇറാനി പോളക്കൊക്കെ മയണൈസ് നല്ലപോലെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്കൊരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാനി പോളയും അത്രയും ടേസ്റ്റ്. ഇനി നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മയണൈസ് നല്ലപോലെ ഒന്ന് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവാവും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ സോസ് വെച്ച് കൊടുക്കാം. സോസ് ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് സോസ് വെച്ച് കൊടുത്താലേ കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. സോസിൻ്റെയും മയണൈസിൻ്റെയും ഒക്കെ ഫ്ലേവർ വരുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആവുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ മയണൈസ് ചെയ്ത പോലെ തന്നെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മല്ലിയില വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് കട്ടിയുള്ള ഒരു പോളയല്ല, കുറച്ച് തിന്നായിട്ടുള്ളതാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകമായിട്ട് ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ആ സോസൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഞാനിത് കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല, കാരണം നോമ്പ് തുറക്കാനായിരുന്നു ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സാവകാശം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു ഫോട്ടോ ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് കട്ടിയില്ല, കുറച്ച് തിന്നാണ്. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ പുതിയ വിഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രം പോരാ, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യും. വീഡിയോൻ്റെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അടുത്തൊരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനലിലൊരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. നിങ്ങൾ ആരും ഇതുവരെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈസി ആയിട്ടുള്ള കോൺടെസ്റ്റ് ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇൻഷാല്ല ഇനി ഒരുപാട് നല്ല റെസിപ്പീസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.